2022 ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് ഡേയസ്. പെട്ടെന്നൊരു ദിവസം മാർസിന് സമീപം വലിയൊരു ഗോളം പ്രത്യക്ഷപ്പെട്ടു. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ചുപേര് മാർസിലോട്ട് പോകുന്നതും അതേ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. പല നൂറ്റാണ്ടുകൾ ഭാവിയിലാണ് കഥ നടക്കുന്നത്. ഇപ്പോൾ ഭൂമിയിലെ ജനസംഖ്യ 2000 കോടിയിലേറെയായി. അത് കാരണം ഭൂമിയിലെ സ്രോതസ്സുകളെല്ലാം ഏതാണ്ട് തീരാറായിരിക്കുകയാണ്. അങ്ങനൊരവസരത്തിലാണ് പെട്ടെന്നൊരു ദിവസം മാർസിന് സമീപം നിഗൂഢമായ വലിയൊരു ഗോളം പ്രത്യക്ഷപ്പെട്ടത്. അതിന് ഏതാണ്ട് ചന്ദ്രന്റെ പകുതിയോളം വലിപ്പമുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ 6 പേരെ അങ്ങോട്ടേക്ക് അയച്ചു. ആക്വിലിസ് എന്ന വമ്പൻ സ്പേസ്ഷിപ്പിലാണ് അവര് പോയത്. യാത്രയിലുടനീളം 6 പേരും ക്രയോസ്ലീപ്പിലായിരുന്നു. 8 മാസങ്ങളുടെ നീണ്ട യാത്രയ്ക്ക് ശേഷം ആക്വിലിസ് മാർസിന് സമീപമെത്തി. ആ ദൃശ്യത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ഉടനെ സ്പേസ്ഷിപ്പിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയ മിസ് എല്ലാവരെയും ക്രയോസ്ലീപ്പിൽ നിന്നുണർത്തി. പോളാണ് സ്പേസ്ഷിപ്പിന്റെ ക്യാപ്റ്റൻ. വാൾഷ് ഒരു പ്ലാനറ്ററി സയന്റിസ്റ്റ് ആണ്. മറ്റൊരു സയന്റിസ്റ്റായ കാർലയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രം. റൂബിൻ ഒരു യൂട്യൂബറാണ്. ടെസ് ആണ് സ്പേസ്ഷിപ്പിന്റെ ടെക്നീഷ്യൻ. ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു എക്സ് മിലിറ്ററിക്കാരനായ ഡേവിഡും കൂടെയുണ്ട്. എല്ലാവരും കൺട്രോൾ റൂമിൽ വന്നു. അവര് ഗോളത്തിനെ സ്കാൻ ചെയ്ത് നോക്കി. എല്ലാ വസ്തുവിനെയും സ്കാൻ ചെയ്യാൻ കഴിവുള്ള സ്കാനറാണ് ഈ സ്പേസ്ഷിപ്പിലുള്ളത്. പക്ഷെ എന്നിട്ടും ഈ ഗോളത്തിനെ സ്കാൻ ചെയ്തപ്പോൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇത് കണ്ടിട്ട് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് തോന്നുന്നുവെന്നും കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കാതെ നമുക്ക് തിരിച്ചു പോകാമെന്നുമാണ് കാർല പറയുന്നത്. പക്ഷെ ഈ ദൗത്യം പൂർത്തിയാക്കിയേ മതിയാകൂ എന്നാണ് ക്യാപ്റ്റന്റെ അഭിപ്രായം. പിന്നെ അതും പറഞ്ഞ് ക്യാപ്റ്റനും കാർലയും തമ്മിൽ തർക്കമായി. ഒടുവിൽ നമുക്ക് വാൻസിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അയാൾ പറയുന്നത് പോലെ ചെയ്യാമെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. അങ്ങനെ അവര് ഭൂമിയിലുള്ള വാൻസിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ വാൻസിന്റെ ഹോളോഗ്രാം പ്രത്യക്ഷപ്പെട്ടു. വാൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ. ഇയാളാണ് ഗോളത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇവരെ ഇങ്ങോട്ട് അയച്ചത്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ക്യാപ്റ്റൻ വാൻസിന്റെ അടുത്ത് ചോദിച്ചു. ഇത്രയും കാശ് മുടക്കി അവിടം വരെ പോയിട്ട് വെറുതെ തിരിച്ചു വരുന്നത് വലിയ നഷ്ടമായി പോകും. അതിനാൽ നിങ്ങൾ ആ ഗോളത്തിൽ ചെന്ന് ലാൻഡ് ചെയ്ത് നോക്കാൻ വാൻസ് നിർദ്ദേശിച്ചു. ശേഷം കുറച്ചുനേരം റെസ്റ്റ് എടുക്കാൻ എല്ലാവരും അവരവരുടെ റൂമുകളിൽ പോയി. റൂമിലേക്ക് വരുന്ന വഴിക്ക് കാർല അവളുടെ അമ്മയുടെ ശബ്ദം കേട്ടു. അപ്പോൾ പഴയൊരു ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുന്നേ ഒരു കാർ ആക്സിഡന്റിൽ പെട്ട് കാർലയുടെ അമ്മയും 2 മക്കളും മരിച്ചുപോയി. അതിനുശേഷം ഇതുപോലെ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ അതെല്ലാം വെറും തോന്നലുകളായിരുന്നു. അതുപോലെ ഇപ്പോൾ അമ്മയുടെ ശബ്ദം കേട്ടതും വെറും തോന്നലായിരിക്കുമെന്ന് കാർലയ്ക്ക് മനസ്സിലായി. എന്നാൽ ഇതേ സമയം റൂബിനും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഗോളത്തിന്റെ പണിയാണെന്ന് നമുക്ക് ഊഹിക്കാം. കാർല അവളുടെ റൂമിലെത്തിയപ്പോൾ വാൻസ് അവളെ വീഡിയോ കോൾ ചെയ്തു. കാർലയ്ക്ക് ഭയങ്കര ടെൻഷൻ ഉള്ളതുപോലെ നേരത്തെ അയാൾക്ക് തോന്നി. അതെന്താണെന്ന് ചോദിക്കാനാണ് അയാളെ വിളിച്ചത്. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് കാർല പറഞ്ഞത്. അങ്ങനെ അയാളുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് സിഗ്നല് നഷ്ടമായി. അപ്പോൾ ഗോളം എന്തൊക്കെയോ അസ്വാഭാവികതകൾ കാണിക്കുന്നുണ്ടെന്ന് മിസ് അനൗൺസ് ചെയ്തു. ഉടനെ എല്ലാവരും കൺട്രോൾ സെന്ററിൽ ഒരുമിച്ച് കൂടി. നോക്കിയപ്പോൾ ഗോളത്തിൽ നിന്നും എന്തോ വിചിത്രമായ പ്രകാശം സ്പേസ്ഷിപ്പിൽ വന്ന് പതിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. സ്പേസ്ഷിപ്പ് കുറച്ചുകൂടെ ഗോളത്തിന്റെ അടുത്തോട്ട് പോയപ്പോൾ ഗോളത്തിൽ നിന്നും എന്തോ സിഗ്നൽ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മിസ് അറിയിച്ചു. കാർല ആ സിഗ്നലിനെ വാക്കുകളായിട്ട് ഡീകോഡ് ചെയ്ത് നോക്കിയപ്പോൾ സിഗ്നലിലുള്ള വാക്ക് ഡേയസ് ആണെന്ന് മനസ്സിലായി. അത് കേട്ട് എല്ലാവരും സ്തംഭിച്ചു പോയി. കാരണം ഡേയസ് എന്ന് വെച്ചാൽ ലാറ്റിൻ ഭാഷയിൽ ദൈവം എന്നാണ് അർത്ഥം. അതായത് ദൈവം എന്നാണ് ഗോളം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റൂബിൻ ഇത് കേട്ട് ആകെ അസ്വസ്ഥനായി. സംഭവം റൂബിൻ ഒരു മതഭ്രാന്തനാണ്. നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി ദൈവം നമ്മളെ ശിക്ഷിക്കാൻ വന്നിരിക്കുകയാണെന്നും അതിനാൽ നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ലെന്നുമൊക്കെയാണ് റൂബിൻ പറയുന്നത്. വളരെ വയലന്റ് ആയ രീതിയിലാണ് അവൻ അത് പറഞ്ഞത്. കാർല നേരെ ഓപ്പോസിറ്റ് ആണ്. അവൾക്ക് സാങ്കല്പികതകളിലൊന്നും വിശ്വാസമില്ല. എന്നിരുന്നാലും ഈ ഗോളം എന്താണെന്ന് തിരിച്ചറിയാതെ നമ്മൾ അതിന്റെ അടുത്തോട്ട് പോകുന്നത് ഡേഞ്ചറസ് ആണെന്നാണ് കാർലയുടെയും അഭിപ്രായം. വാൻസിനെ വിളിച്ചു നോക്കാമെന്ന് കരുതിയാൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കുന്നതുമില്ല. അങ്ങനെ എല്ലാവരും കൂടെ ഇനി എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്യുന്നതിനിടയിൽ റൂബിൻ ഒരു മൂലയിൽ ചെന്നിരുന്ന് കരയാൻ തുടങ്ങി. എല്ലാവരും അവനെ ചെന്ന് സമാധാനിപ്പിക്കാൻ നോക്കി. ഇവിടെ എത്തിയപ്പോൾ മുതൽ ഞാൻ പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. അതൊക്കെ ദൈവം എനിക്ക് മുന്നറിയിപ്പുകൾ തരുന്നതായിരുന്നു. അങ്ങോട്ട് പോകരുതെന്നാണ് ദൈവം എന്നോട് പറയുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് നമ്മൾ ദൗത്യം ക്യാൻസൽ ചെയ്യണം എന്നൊക്കെയാണ് റൂബിൻ പറയുന്നത്.
പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ ബോധമുണ്ടായിരുന്നതുകൊണ്ട് അവനെ ആരും കാര്യമായിട്ട് പരിഗണിച്ചില്ല. ആ ദേഷ്യത്തിൽ റൂബിൻ അവിടെ നിറങ്ങിപ്പോയി. ശേഷം ബാക്കിയുള്ളവര് വീണ്ടും ഗോളത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഈ ഗോളം ചിലപ്പോൾ ഏലിയൻസിന്റെ സ്പേസ്ഷിപ്പ് ആയിരിക്കുമെന്നാണ് വാൽഷിന്റെയും കാർലയുടെയും നിഗമനം. എങ്കിൽ പിന്നെ അവരെന്തിനായിരിക്കും വന്നതെന്ന് ക്യാപ്റ്റൻ ചോദിച്ചു. അത് നമുക്കറിയില്ലെന്ന് കാർല പറഞ്ഞു. എന്നാൽ ഒരുപക്ഷെ ഇത് ശരിക്കും ദൈവം തന്നെ ആയിരിക്കുമോ എന്നതാണ് ടെസ്സിന്റെ സംശയം. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഗോളത്തിൽ ചെന്ന് ലാൻഡ് ചെയ്ത് നോക്കാം. ദൈവമാണെങ്കിൽ നമുക്ക് ദൈവത്തിനെ നേരിട്ട് കാണാം. അതല്ല, നിങ്ങൾ പറയുന്നത് പോലെ ഇത് ഏലിയൻസിന്റെ സ്പേസ്ഷിപ്പ് ആണെങ്കിൽ ഇതിനെ നമുക്ക് ബോംബിട്ട് നശിപ്പിക്കുകയും ചെയ്യാം. എന്തായാലും ലാൻഡ് ചെയ്താലേ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയാണ് ഡേവിഡ് പറയുന്നത്. ഇതിനിടയിൽ ക്യാപ്റ്റന്റെ സംസാരം കേൾക്കുമ്പോൾ അവന് ഗോളത്തിനെ കുറിച്ച് എന്തോ അറിയാമെന്ന് നമുക്ക് തോന്നും. ശേഷം കുറച്ചു കഴിഞ്ഞ് കാർല വീണ്ടും അവളുടെ അമ്മയുടെ ശബ്ദം കേട്ടു. ഈ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞാൽ ഇവൾക്ക് വട്ടാണെന്നേ എല്ലാവരും കരുതുകയുള്ളൂ. അതുകൊണ്ട് അവൾ ഈ കാര്യം ആരോടും പറഞ്ഞില്ല. അതിനിടയിൽ ടെസ് ചെന്ന് നോക്കിയപ്പോൾ റൂബിനെ അവന്റെ മുറിയിൽ കാണുന്നില്ല. അവൾ ഉടനെ അത് വന്ന് മറ്റുള്ളവരെ അറിയിച്ചു. പിന്നെ ഡേവിഡും കാർലയും ടെസ്സും കൂടെ അവനെ തേടാൻ പോയി. 3 പേരും 3 വഴിക്കാണ് പോയത്. ഇടയ്ക്ക് സ്റ്റോറേജ് റൂമിൽ ടെസ് എന്തോ ശബ്ദം കേട്ടു. അങ്ങനെ അവൾ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ റൂബിൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ പൂർണ്ണമായും ഭ്രാന്തനായി മാറിയിരിക്കുകയാണ്. അവന്റെ ദേഹം മുഴുവൻ അവൻ തന്നെ കത്തികൊണ്ട് മതപരമായ സിംബൽസ് ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ട് ടെസ് പകച്ചുപോയി. അവള് പെട്ടെന്ന് മറ്റുള്ളവരെ ഈ വിവരം അറിയിച്ചു. എല്ലാവരും ഉടനെ സ്റ്റോറേജ് റൂമിൽ ഓടിയെത്തി. പക്ഷെ അപ്പോഴേക്കും റൂബിൻ ടെസ്സിനെ കൊന്നുകളഞ്ഞു. പിന്നെ അവൻ കാർലയെ പിടിച്ച് അവളുടെ കഴുത്തിൽ കത്തിവെച്ചു. എന്നിട്ട് മര്യാദയ്ക്ക് സ്പേസ്ഷിപ്പ് തിരിച്ചില്ലെങ്കിൽ ഇവളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കി. ഭാഗ്യത്തിന് ക്യാപ്റ്റൻ പിന്നാലെ വന്ന് റൂബിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. മരിച്ച 2 പേരെയും ഹൈബർനേഷൻ ചാമ്പറിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് ക്യാപ്റ്റൻ തിരിച്ച് കൺട്രോൾ സെന്ററിലേക്ക് പോയി. കൂടെയുള്ള 2 പേര് കൊല്ലപ്പെട്ടിട്ടും അതിന്റെ ഒരു കൂസലുമില്ലാതെയാണ് ക്യാപ്റ്റൻ പെരുമാറുന്നത്. അത് കണ്ട് കാർലയ്ക്ക് ദേഷ്യം വന്നെങ്കിലും അവൾ ഒന്നും പറഞ്ഞില്ല. ശേഷം ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ അവര് ശവശരീരങ്ങളെ കൊണ്ട് ഹൈബർനേഷൻ ചാമ്പറുകളിൽ വെച്ചു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് അവര് ഗോളത്തിന്റെ തൊട്ടടുത്തെത്തി. പിന്നെ 4 പേരും കൂടെ ഒരു ചെറിയ സ്പേസ് ക്രാഫ്റ്റിൽ കയറി. ഇതിലാണ് ഇവര് ചെന്ന് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. താഴോട്ട് പോകുന്നതിനിടയിൽ ഗോളത്തിൽ വിചിത്രമായ എന്തോ ഒരു ഘടനയുള്ളതായിട്ട് കാർല ശ്രദ്ധിച്ചു. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ പിന്നെ നമുക്ക് അതിന് സമീപം ചെന്ന് ലാൻഡ് ചെയ്യാമെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. അങ്ങനെ അവരവിടെ ലാൻഡ് ചെയ്തു. ഉടനെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അവര് പെട്ടെന്ന് വാൻസിനെ കോണ്ടാക്ട് ചെയ്തു. ഗോളത്തിൽ കാണുന്നത് പോലെ 10,000-കണക്കിന് ഘടനകൾ ഇപ്പോൾ ലോകത്തിന്റെ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് വാൻസ് അറിയിച്ചു. ഒരുപക്ഷെ ഏലിയൻസ് ഭൂമിയെ കീഴടക്കാൻ ശ്രമിക്കുന്നതായിരിക്കുമെന്നാണ് വാൻസിന്റെ സംശയം. ഗോളത്തിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്നറിയാൻ ഭൂമിയിലുള്ള ജനങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം തന്നെ ആ ഘടനയ്ക്ക് പിന്നിലെ രഹസ്യം മനസ്സിലാക്കണമെന്നും അതിപ്പോൾ ലോകത്തിന്റെ ആവശ്യമാണെന്നും വാൻസ് ക്യാപ്റ്റനോട് പറഞ്ഞു. ശേഷം ക്യാപ്റ്റൻ ഒഴികെ ബാക്കി 3 പേരും സ്പേസ് സ്യൂട്ടുകളും ധരിച്ച് പുറത്തിറങ്ങി. നിലം മുഴുവൻ കറുത്ത എന്തോ പദാർത്ഥം കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. അത് കണ്ടപ്പോൾ ഈ പദാർത്ഥം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ പോലും ഇല്ലാത്തതാണെന്ന് വാൽഷിന് മനസ്സിലായി. അതവൻ മറ്റുള്ളവരോട് പറയുകയും ചെയ്തു. അപ്പോൾ അതും നോക്കി നിന്ന് സമയം കളയാതെ നിങ്ങൾ വേഗം ചെന്ന് ഘടന എന്താണെന്ന് പരിശോധിക്കാൻ ക്യാപ്റ്റൻ പറഞ്ഞു. അങ്ങനെ അവര് ഘടനയെ ലക്ഷ്യമിട്ട് നടന്നു. ശേഷം അവര് ഘടനയ്ക്ക് മുന്നിലെത്തിയതും പെട്ടെന്ന് ഘടന വെള്ളപ്രകാശം കൊണ്ട് തിളങ്ങാൻ തുടങ്ങി. അത് യഥാർത്ഥത്തിൽ എന്തോ ഒരു ഗേറ്റ് ആണെന്ന കാര്യം അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ഒരുപക്ഷെ ഇത് ഏലിയൻസിന്റെ പ്ലാനറ്റിലേക്ക് പോകാനുള്ള പോർട്ടൽ ആയിരിക്കുമെന്ന് ഡേവിഡ് പറഞ്ഞു. അത് പറഞ്ഞു തീർന്നതും ഗേറ്റിൽ ഒരു സ്ത്രീയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ആ രൂപം അവരോട് സംസാരിക്കുകയും ചെയ്തു. ഞാൻ ദൈവത്തിന്റെ മാലാഖയാണ്. ഭൂമി ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം കാണുന്നുണ്ട്. അതിനാൽ മനുഷ്യരാശിയെ രക്ഷിക്കാൻ വേണ്ടി ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഈ കാണുന്നതും ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടതുമായ ഘടനകളെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റുകളാണ്. ഈ ഗോളം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭൂമിയിൽ ചെന്ന് പതിക്കും. അനന്തരഫലമായിട്ട് ഭൂമി മൊത്തം നശിക്കും. അതിനു മുന്നേ ഗേറ്റുകൾ കടക്കുന്നവർക്കെല്ലാം സ്വർഗത്തിലെത്താം. അല്ലാത്തവരൊക്കെ ഭൂമിക്കൊപ്പം കൊല്ലപ്പെടും എന്നൊക്കെയാണ് മാലാഖ പറഞ്ഞത്. എന്നിട്ട് സ്വർഗത്തിന്റെ തെളിവ് കാണിച്ചു തരാൻ ദൈവം കാർലയെ തിരഞ്ഞെടുത്തിരിക്കുകയാണെന്നും അതിനാൽ നീ മാത്രം ഗേറ്റ് കടന്നു വരാനും മാലാഖ കാർലയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവള് ഗേറ്റ് കടന്നുപോയി. അപ്പോൾ സ്വർണം കൊണ്ട് നിർമ്മിതമായ വലിയൊരു സിറ്റി കണ്ടു. ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട തന്റെ മകളും അവിടെ ഉണ്ടായിരുന്നു. കാർല അവരുടെ അടുത്തേക്ക് ഓടി. പക്ഷെ അടുത്തെത്തുന്നതിന് മുന്നേ അവള് കണ്ണു തുറന്നു. നോക്കിയപ്പോൾ അവള് ചെറിയ സ്പേസ് ക്രാഫ്റ്റിന്റെ ഉള്ളിലാണ്. ഗേറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോൾ നീ കുഴഞ്ഞു വീണുവെന്നും പിന്നെ ഞാനാണ് നിന്നെ സ്പേസ് ക്രാഫ്റ്റിലേക്ക് കൊണ്ടുവന്നതെന്നും ഡേവിഡ് പറഞ്ഞു. അവര് സംസാരിക്കുന്നതിനിടയിൽ വാൻസ് വിളിച്ചു. ഗേറ്റിനുള്ളിൽ പോയപ്പോൾ നീ എന്താണ് കണ്ടതെന്ന് വാൻസ് ചോദിച്ചു. കാർല കണ്ട കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു.
ശേഷം നമുക്ക് ഒരിക്കൽ കൂടെ ഗേറ്റിലേക്ക് പോകാമെന്ന് കാർല പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ വലിയ സ്പേസ്ഷിപ്പിലാണെന്നും ഓൾറെഡി നമ്മൾ തിരിച്ച് ഭൂമിയിലേക്ക് പുറപ്പെടാൻ തുടങ്ങിയെന്നും ക്യാപ്റ്റൻ പറഞ്ഞു. അപ്പോഴാണ് വാൽഷിനെ കാണാത്ത കാര്യം കാർല ശ്രദ്ധിച്ചത്. അവൻ എവിടെയാണെന്ന് കാർല ചോദിച്ചു. തിരിച്ച് സ്പേസ് ക്രാഫ്റ്റിലേക്ക് വരുന്ന വഴിക്ക് വാൽഷിന്റെ സ്പേസ് സ്യൂട്ടിൽ എന്തോ തകരാറ് സംഭവിച്ചു. അത് കാരണം അവൻ ഉടൻ തന്നെ കൊല്ലപ്പെട്ടുവെന്നാണ് ഡേവിഡ് പറഞ്ഞത്. പക്ഷേ അത് കാർലയ്ക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്തെന്നാൽ ഒരു രീതിയിലും തകരാറ് സംഭവിക്കാത്ത സ്യൂട്ടുകളാണ് ഇവര് ധരിച്ചിരുന്നത്. എങ്കിലും അവൾ ആ സംശയം ആരോടും പറഞ്ഞില്ല. ശേഷം മറ്റു രണ്ടുപേരും കൺട്രോൾ സെന്ററിലായിരുന്ന തക്കത്തിൽ കാർല ചെന്ന് വാൽഷിന്റെ സ്യൂട്ട് പരിശോധിച്ചു നോക്കി. അവളുടെ സംശയം ശരിയായിരുന്നു. സ്യൂട്ടിന് യാതൊരു തകരാറുമില്ല. സംശയം തോന്നി അവൾ ചെന്ന് ക്യാപ്റ്റന്റെ റൂം പരിശോധിച്ചു. ഇതെല്ലാം ക്യാപ്റ്റനും ഡേവിഡും സെക്യൂരിറ്റി ക്യാമറ വഴി കാണുന്നുണ്ടായിരുന്നു. അവളെ ചെന്ന് പിടിച്ചോണ്ടുവരാൻ ക്യാപ്റ്റൻ ഡേവിഡിനോട് പറഞ്ഞു. ഇവിടെ കാർലയ്ക്ക് ക്യാപ്റ്റന്റെ തോക്ക് കിട്ടി. ഒപ്പം കുറെ ഫയൽസും കണ്ടു. അപ്പോഴാണ് അവിടെ ഡേവിഡ് എത്തിയത്. അവള് തോക്ക് ചൂണ്ടി അവനെ അടക്കി നിർത്തി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫയൽസ് ഒക്കെ വായിച്ചു നോക്കി. ഡേവിഡ് യഥാർത്ഥത്തിൽ ഒരു വാടക കൊലയാളിയാണെന്ന സത്യം അതിൽ നിന്നും അവൾ തിരിച്ചറിഞ്ഞു. ക്യാപ്റ്റനും ഈ കാര്യം അറിയാമെങ്കിൽ ഒരുപക്ഷെ ഇവര് രണ്ടുപേരും ചേർന്ന് വാൽഷിനെ കൊന്നതായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. അങ്ങനെയെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ ഗോളത്തിനെ കുറിച്ചും എന്തെങ്കിലും അറിയാമായിരിക്കുമെന്ന് കാർലയ്ക്ക് തോന്നി. എന്നാൽ ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലെന്നാണ് ഡേവിഡ് പറയുന്നത്. പിന്നെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അവള് ഡേവിഡിനെയും കൊണ്ട് കൺട്രോൾ സെന്ററിൽ വന്നു. എന്നിട്ട് ക്യാപ്റ്റനെയും ചോദ്യം ചെയ്തു. പക്ഷെ ക്യാപ്റ്റൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ വാൻസ് കോണ്ടാക്ട് ചെയ്തു. കാര്യങ്ങൾ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ലെന്നും നമ്മൾ ലോകത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നുമൊക്കെയാണ് വാൻസ് പറയുന്നത്. സംഭവം ഈ ഗേറ്റുകൾ സ്വർഗത്തിലേക്കുള്ള വാതിലുകളാണെന്ന് നേരത്തെ മാലാഖ പറഞ്ഞതും അതുപോലെ സ്വർഗത്തിൽ കണ്ട സ്വർണ്ണ നഗരത്തെക്കുറിച്ച് കാർല പറഞ്ഞതും വാൻസ് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. അതിനാൽ ലോകമെമ്പാടുമുള്ള ജനങ്ങളും ഇപ്പോൾ ഗേറ്റിലൂടെ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തിനെ രക്ഷിക്കുകയാണെന്ന് വാൻസ് പറഞ്ഞത്. എന്തായാലും വാൽഷ് മരിച്ചത് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് ഗോളവുമായിട്ട് എന്താണ് ബന്ധമെന്നും കാർല വാൻസിനോട് ചോദിച്ചു. പക്ഷെ അത് ചോദിക്കുന്നതിനിടയിൽ അവളുടെ ശ്രദ്ധയൊന്ന് മാറിയതും ക്യാപ്റ്റൻ കാർലയെ കൊല്ലാൻ നോക്കി. എന്നാൽ കാർല പെട്ടെന്ന് ക്യാപ്റ്റനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ട് അവള് വീണ്ടും ഡേവിഡിന് നേർക്ക് തോക്ക് ചൂണ്ടി. അപ്പോൾ ഡേവിഡ് സത്യം പറഞ്ഞു. എന്താണെന്നാൽ നേരത്തെ വാൽഷിനെ കൊന്നത് ഡേവിഡ് തന്നെയാണ്. ക്യാപ്റ്റൻ പറഞ്ഞിട്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. പക്ഷെ എന്തിനാണ് അവനെ കൊല്ലാൻ പറഞ്ഞതെന്നോ ഗോളത്തിന് പിന്നിലെ രഹസ്യം എന്താണെന്നോ അങ്ങനെ ഒന്നും തന്നെ ഡേവിഡിന് അറിയില്ല. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സത്യാവസ്ഥകളെല്ലാം അറിയണമെന്ന ആഗ്രഹം ഇപ്പോൾ ഡേവിഡിനുമുണ്ട്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കാൻ ഞാനും നിന്റെ കൂടെയുണ്ടെന്ന് ഡേവിഡ് പറഞ്ഞു. ശേഷം കാർല വീണ്ടും വാൻസിനെ കോണ്ടാക്ട് ചെയ്തു. ഷിപ്പിൽ വലിയൊരു ന്യൂക്ലിയർ ഡിവൈസ് ഉണ്ട്. നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഗോളത്തിനെ മൊത്തം തകർത്ത് കളയുമെന്ന് പറഞ്ഞ് കാർല വാൻസിനെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ അവളെ അങ്ങ് കൊന്നുകളയാൻ വാൻസ് ഡേവിഡിനോട് പറഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ ഇവളുടെ പക്ഷത്താണെന്ന് ഡേവിഡ് പറഞ്ഞു. അങ്ങനെ വേറെ നിവർത്തിയില്ലാതെ വാൻസ് മുഴുവൻ സത്യങ്ങളും പറഞ്ഞു. സംഭവം ഓവർ പോപ്പുലേഷൻ കാരണം ഭൂമി ഇപ്പോൾ പൂർണ്ണമായും നശിക്കാറായി. അതിനൊരു സൊല്യൂഷനായിട്ട് വാൻസ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഗോളം നിർമ്മിച്ചത്. ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട 10,000 ഗേറ്റുകളും വാൻസ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഈ ഗേറ്റുകൾ കടന്നു പോയാൽ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവരെല്ലാം മരിച്ചു പോകും. അങ്ങനെ 100 കോടി പേര് കൊല്ലപ്പെടുമ്പോൾ പിന്നെ ഭൂമി നാശത്തിൽ നിന്നും രക്ഷപ്പെടും. ഈ ഗോളത്തിന് ശരിക്കും ഭൂമിയെ നശിപ്പിക്കാനുള്ള ശക്തിയൊന്നുമില്ല. നേരത്തെ മാലാഖയായിട്ട് കണ്ടതാണെങ്കിൽ യഥാർത്ഥത്തിൽ വെറും ഹോളോഗ്രാം മാത്രമാണ്. ഈ ഗോളവും മാലാഖയുമൊക്കെ ആൾക്കാരെ ഗേറ്റ് കടക്കാൻ പ്രേരിപ്പിക്കാനുള്ള പ്രഹസനങ്ങൾ മാത്രമായിരുന്നു. മിസിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് വാൻസ് ആണ്. അതുകൊണ്ടാണ് ഗോളത്തിനെ സ്കാൻ ചെയ്തപ്പോൾ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന് മിസ് പറഞ്ഞത്. മറ്റൊരു കാര്യം, 2 വർഷങ്ങൾക്ക് മുന്നേ കാർലയ്ക്ക് സംഭവിച്ച ആക്സിഡന്റ് യഥാർത്ഥത്തിൽ വാൻസ് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ്. അന്ന് കാർലയെ സർജറി ചെയ്യുന്ന സമയം കാർലയുടെ ബ്രെയിനിൽ ഒരു ചിപ്പും കൂടെ ഘടിപ്പിച്ചിരുന്നു. ആ ചിപ്പിലൂടെ വാൻസിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് അവള് നേരത്തെ അമ്മയുടെ ശബ്ദം കേട്ടതും അതുപോലെ സ്വർഗത്തിലെ ദൃശ്യങ്ങൾ കണ്ടതും. ക്യാപ്റ്റൻ ശരിക്കും വാൻസിന്റെ ആളാണ്. അവന് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. വാൽഷും പതിയെ സത്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് അവനെ കൊന്നുകളയാൻ ക്യാപ്റ്റൻ പറഞ്ഞത്. അങ്ങനെ ഒടുവിൽ എല്ലാ സത്യങ്ങളും അയാള് പറഞ്ഞുകൊടുത്തു. ഇതൊക്കെ കേട്ട് കാർല ആകെ തളർന്നുപോയി. ശേഷം കാർലയും ഡേവിഡും കൂടെ സ്പേസ്ഷിപ്പിന്റെ ന്യൂക്ലിയർ ഡിവൈസ് വെച്ച് ഗോളത്തിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. ഗോളത്തിനെ നശിപ്പിച്ചാൽ പിന്നെ മനുഷ്യർക്ക് ഭയം മാറുകയും ദൈവം നമ്മളോട് ക്ഷമിച്ചുവെന്ന് കരുതി അവര് ഗേറ്റുകളിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്യും. ഇതാണ് ഇവരുടെ പ്ലാൻ. എന്നാൽ ഇത് മനസ്സിലാക്കിയ വാൻസ് ഉടനെ ഷിപ്പിന്റെ ഓട്ടോ ഡിസ്ട്രക്ഷൻ ആക്ടിവേറ്റ് ചെയ്തു. ഇനിയും 3 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സ്പേസ് ഷിപ്പ് പൊട്ടിത്തെറിക്കും. ഭാഗ്യത്തിന് അതിനു മുന്നേ ഡേവിഡ് ചെന്ന് ന്യൂക്ലിയർ ഡിവൈസ് എടുത്തോണ്ട് വന്നു. ശേഷം രണ്ടുപേരും കൂടെ അതും കൊണ്ട് ചെറിയ സ്പേസ് ക്രാഫ്റ്റിൽ കയറി രക്ഷപ്പെട്ടു.
അവര് ഷിപ്പിൽ നിന്ന് കുറച്ച് അകലെ എത്തിയതും ഷിപ്പ് മൊത്തം പൊട്ടിച്ചിതറി. അവര് നേരെ ഗോളത്തിൽ ചെന്ന് ലാൻഡ് ചെയ്തു. രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് പുറത്തിറങ്ങി ബോംബ് പൊട്ടിക്കാമെന്നായിരുന്നു പ്ലാൻ. എന്നാൽ ലാൻഡ് ചെയ്തതും ബോംബും കൊണ്ട് ഡേവിഡ് ആദ്യമേ പുറത്തിറങ്ങി. എന്നിട്ട് സ്പേസ് ക്രാഫ്റ്റിന്റെ വാതില് ലോക്ക് ചെയ്തു. നീയും കൂടെ വെറുതെ എനിക്കൊപ്പം മരിക്കേണ്ട കാര്യമില്ല. നീ തിരിച്ച് ഭൂമിയിൽ പോകണം. അവിടെ ചെന്ന് പൊതുജനങ്ങളോട് സത്യങ്ങളെല്ലാം വിളിച്ചു പറയണം എന്നൊക്കെയാണ് ഡേവിഡ് പറഞ്ഞത്. അങ്ങനെ ഡേവിഡിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് കാർല സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്തു. സ്പേസ് ക്രാഫ്റ്റ് കുറച്ച് അകലെ എത്തിയതും അവൻ ബോംബ് പൊട്ടിച്ചു. പ്രതീക്ഷിച്ചതുപോലെ ആ ഗോളം പൂർണ്ണമായും തകർന്നുപോയി. കാർലയാണെങ്കിൽ സ്പേസ് ക്രാഫ്റ്റും കൊണ്ട് ഭൂമിയിലേക്ക് യാത്രയായി. ആ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്.